ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. പ്രസന്നനായിരിക്കുന്ന പൗലോസ് തിമോത്തിയോസിന് രണ്ടാമത്തെ ലേഖനത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ഈ 9-ാം അധ്യായം മുതൽ താഴോട്ടുള്ള 9-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ 2-ാം അധ്യായത്തിന്റെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സഹിക്കുന്നു 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 എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇവിടെ റോമയിൽ താൻ തടവിലായിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് താൻ പറയുന്നത്. അപ്പോൾ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഒരു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായി കഴിയുന്നു. അടുത്തതായി പറയുന്നു, തന്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ തന്റെ സഭകൾക്ക് തന്നാൽ ഉരുവാകപ്പെട്ട സഭകൾക്ക് അല്ലെങ്കിൽ ആ സഭയിലുള്ള വൃതന്മാർക്ക് നിത്യ തേജസ്സോട് കൂടെ യേശുവിലുള്ള രക്ഷ കിട്ടേണ്ടതിന് അവർക്ക് വേണ്ടിയും താൻ സകലതും സഹിക്കുന്നു. പിന്നത്തേതിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: നാം അവനോടുകൂടെ മരിച്ചെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പോൾ ഇവിടെ സഹനത്തെ കുറിച്ച് ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്ന സഹനത്തെ കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വളരെ വ്യക്തമാണ്. കർത്താവിന്റെ ഐഹിക ജീവകാലത്ത് നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു സമയമുണ്ട്. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ പത്രോസിനോട് മനസ്സിലിവ് കാണിച്ച് വീണ്ടും എന്ത് ചെയ്തു? അവനെ താൻ ചേർത്തുകൊണ്ട അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ഗലീല കടൽപ്പുറത്ത് വന്ന് അവനോട് നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് അവന്റെ മനസ്സിന് വലിയ മാറ്റം വരുത്തി ദൈവം അവനെ തന്നോട് കൂടെ വീണ്ടും ചേർത്തുകൊള്ളുകയും അവനിൽ കൂടി വലിയ പ്രവൃത്തികൾ സുവിശേഷത്തിന് വേണ്ടി ചെയ്യും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് സഹനത്തെ സഹിക്കുക. വ്രതന്മാരെ നിത്യതേജസ്സിനായി ക്രിസ്തുവിൽ യോഗ്യരാക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി താൻ സഹിക്കുന്നു. സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി താൻ കഷ്ടം സഹിക്കുന്നു. ദൈവത്തിന്റെ വേദിയിലെ സഹനം എന്ന ക്രിസ്തീയ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഈ സഹനത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മിൽ അല്പമെങ്കിലും ഇതുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പലപ്പോഴും സഹനം അല്ലെങ്കിൽ സഹിക്കുവാൻ നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ട് നമ്മൾ പറയും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വാചാലമായി പറയാറുണ്ട്. പക്ഷെ ആ കഷ്ടാനുഭവം തന്നെ കർത്താവിന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുന്നവനാണ് നിത്യജീവനും സ്വർഗരാജ്യവും അവകാശമായിരിക്കുന്നത് പറയുന്നു. അപ്പോൾ ആ കഷ്ടതയുടെ ഒരു അല്പമെങ്കിലും ജീവിതത്തിൽ ചില സമയത്ത് ദൈവം നീ ഒന്ന് അനുഭവിക്കണം. അല്പം എന്റെ കഷ്ടത ഇതായിരുന്നു, നീയും കൂടെ അല്പം ഒന്ന് അനുഭവിക്കണമെന്ന് ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി ചെറിയ രീതിയിലെങ്കിലും നമുക്കത് തന്നാൽ സഹിക്കുവാനുള്ള മനസ്സ് പലപ്പോഴും നമുക്കില്ല എന്നുള്ളത് ദൈവം തന്നെ നമുക്ക് ബോധ്യം. നമുക്ക് പറയുമ്പോൾ എളുപ്പം പറയും, ഞാനും ഒരുപാട് കർത്താവിന് വേണ്ടി സഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ബോധ്യം അല്പം പോലും സഹനം വെറുതെ നമ്മുടെ കാലൊന്ന് തട്ടിവെച്ചാൽ മതി. വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഉടനെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്ക് എന്തായിരിക്കും എന്നുള്ളത് സ്തോത്രം പറയണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ദൈവം. പക്ഷെ നമ്മളുടെ വായിൽ സ്തോത്രമായിരിക്കത്തില്ലോ, നമ്മൾ വേറെ വല്ലതും ആയിരിക്കും ആ സമയത്ത് ഉരുവിടും. അപ്പോസ്തലൻ പറയുന്ന ഒരു മർമ്മം ഇവിടെ ഈ വചനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു മർമ്മമുണ്ട്. അതാണ് വളരെ പത്രോസിനെ ചേർത്ത് കൊണ്ടവനായ ദൈവം പത്രോസ് തള്ളിക്കളഞ്ഞിട്ട് പോയിട്ടും പത്രോസിനെ ചേർത്തുകൊണ്ടവനായ ദൈവം ഇവിടെ ഈ ഈ ഒരു വചനഭാഗത്ത് പറയുന്നു, നാം അവനെ 12-ാമത്തെ വാക്യത്തിൽ നാം അവനെ തള്ളിപ്പറയും എങ്കിൽ നാം സഹിക്കുന്നു എങ്കിൽ അവനോട് കൂടെ വാഴും. അല്ലെങ്കിൽ അവന് വേണ്ടി നാം എന്തായാലും സഹിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴും. ഇല്ല, സഹിക്കുവാൻ കഴിയാതെ നാം അവനെ തള്ളി പറയുന്നുവെങ്കിൽ
അവരും നമ്മളെ തള്ളിപ്പറയും. ഇതാണ് ഇവിടുത്തെ മാർമികമായ വചനഭാഗം. ദൈവത്തിന്റെ പൈതലെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വളരെ ഭയപ്പെടേണ്ടത്. നമ്മളുടെ ഓട്ടവും അധ്വാനവും ഒന്നും വൃഥാവായി തീരുവാൻ കൊണ്ട് ഇടയാകരുത്. നമ്മൾ ഓടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സഹനം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഭവനങ്ങളിലും നോക്കുക. എല്ലാ ഭവനങ്ങളിലും ഭാര്യയിലാകട്ടെ, ഭർത്താവിലാകട്ടെ, ആരിലുമാകട്ടെ സഹനമില്ലാത്ത കാരണം കൊണ്ട് അനവധി ഭവനങ്ങൾ ഇന്ന് തകർച്ചകളെ നേരിട്ടുകൊണ്ടിരിക്കും, ഇടർച്ചകളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിപ്പാൻ കഴിയാതെ വണ്ണമുള്ള പ്രതിസന്ധികൾ അനവധി ഭവനങ്ങൾ, കുടുംബങ്ങൾ, കുടുംബ ജീവിതങ്ങൾ അലയടിച്ചുകൊണ്ടിരുന്നു. പ്രായമുള്ളവരുടെ കുടുംബജീവിതമാകട്ടെ, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതമാകട്ടെ, സഹനം എന്ന ഒരു 3 വാക്കില്ലാത്തതിന്റെ പേരിൽ അനവധി ഭവനങ്ങൾ ഇന്ന് തകർച്ചയെ നേരിട്ടുകൊണ്ട് അനവധി കുടുംബ ബന്ധങ്ങൾ പോലും വിവാഹമോചനത്തിൽ എത്തി അവസാനിക്കുന്നതിന്റെ കാരണം പലതിന്റെയും പിന്നിൽ സഹനം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ അപ്പോസ്തലൻ പറയാണ്, നീ കഷ്ടം സഹിച്ച് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ജീവിച്ചാൽ നിനക്ക് കൂടെ വാഴാം. ഇല്ല, നീ തള്ളി പറഞ്ഞ് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ നിന്റെ പുറകിന് കർത്താവ് വരികയില്ല എന്നാണ് പറഞ്ഞത്. പത്രോസിന്റെ ജീവിതത്തിൽ അവനെ ചേർത്തുകൊള്ളുവാൻ കർത്താവിന് മനസ്സായി എങ്കിൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, നീ സഹിച്ച് അവനോട് കൂടെ വാഴുകയാണെങ്കിൽ നിനക്ക് ലഭിക്കും. ഇല്ല, നീ അവനെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുകയാണെങ്കിൽ അവൻ നിന്റെ പിന്നാലെ വരികയില്ല, അവനും നിന്നെ തള്ളിപ്പറയും എന്നാ പറയുന്നത്. അതുകൊണ്ട് വളരെ ഭയത്തോടും വിറയലോടും കർത്താവിന്റെ നാമത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, കുടുംബജീവിതത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ദൈവസഭകൾക്ക് വേണ്ടി, ദൈവത്തിന്റെ പൈതലെ സഹോദരി, സഹോദര, അല്പം സഹിക്കുവാൻ നിനക്ക് മനസ്സ് വരുന്നുവെങ്കിൽ നിനക്ക് കൂടെ വാഴുവാൻ കഴിയും. നിന്റെ ഭാര്യയോട് കൂടെ നിനക്ക് വാഴാം, നിന്റെ മക്കളുടെ കൂടെ നിനക്ക് വാഴാം, നിന്റെ ഭർത്താവിനോട് കൂടെ നിനക്ക് വാഴാം, കർത്താവിനോട് കൂടെ നിനക്ക് വാഴാം. സഹനം നമ്മുടെ ജീവിതത്തിൽ തരുവാൻ സർവശക്തന്റെ വചനങ്ങളാൽ നമ്മളെ സഹായിക്കും.